കേരളം പുലാമന്തോൾ പഞ്ചായത്തിലെ 22ാം വാർഡ് ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ടയായിട്ടാണ് കണക്കാക്കുന്നത്. ആ കോട്ട പൊളിക്കാൻ UDF നിയോഗിച്ചിരിക്കുന്ന ഒരു യുവാവിനെയാണ്, KK സെയ്തലവി എന്ന മാനുപ്പയെ. വിജയം ഇടതുപക്ഷത്തിനാകുമെന്ന് അവകാശപ്പെടുന്ന LDF സ്ഥാനാർത്ഥി രാജേഷ് മാസ്റ്റർക്കും മാനുപ്പയെ പറ്റി പക്ഷേ നല്ലത് മാത്രമേ പറയാനുള്ളൂ. ശാരീരിക പരിമിതി ഒന്നിനും തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് പുലാമന്തോൾ പഞ്ചായത്തിലെ 22ാം വാർഡിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സൈതലവി. സൈതലവി വിടുത്തുകാരൻ തന്നെയാണ്, പ്രചരണത്തിൻ്റെ തിരക്കിലാണ്. എന്താണ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ? ഉഷാറായിട്ട് പ്രചരണമൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ സ്ക്വാഡ് വർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നല്ല അഭിപ്രായങ്ങളാണ് നമ്മളെ വോട്ടർമാരിൽ നിന്ന് കിട്ടുന്നത്. ജയിക്കും എന്നുള്ളത് പൂർണ്ണ ബോധ്യമുണ്ട്. ആളുകളൊക്കെ നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ എന്തെങ്കിലും തടസ്സമാവുന്നുണ്ടോ ഇവിടെ എത്താനോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ശാരീരികമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എല്ലാ മേഖലയിലും എത്തും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ട്. അപ്പോൾ കാലിന് ഇങ്ങനെ ഒരു പ്രശ്നം വെച്ചിട്ട് നമ്മളെ വാർഡിലെത്താനോ അല്ലെങ്കിൽ വാർഡിൻ്റെ പുറത്തോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു പ്രചരണമൊക്കെ നടക്കുന്നുണ്ട്. അതിലൊന്നും ഒരു സംശയം വേണ്ട. ആളുകൾക്ക് ഇന്നെ എപ്പോഴും ആക്സസ് ആയിരിക്കും. ഏത് സമയത്തും വിളിച്ചാൽ ഏത് സമയത്തും ഞാൻ ഉണ്ടാവും അവരെ കൂടെ. അതാണ്. നിലവിലെ ടർഫിലാണല്ലോ ഇതിന് പുറമെ? നിലവിൽ ടർഫിലാണ് ജോലി. അതുകൊണ്ടാണ് ഒന്നാമത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പാടെ എങ്ങനെ ഇലക്ഷന് നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ ടർഫിലാണ്. ടർഫ് പൊതുവേ രാത്രിയാണ് ഉണ്ടാവൽ. രാത്രി ഉണ്ടാകുമ്പോൾ പകലൊക്കെ ഞാൻ ഫ്രീ ആണ്. ആ സമയത്തൊക്കെ അങ്ങനെ ആകുമ്പോൾ പഞ്ചായത്തിലൊക്കെ പോകാമെന്നുള്ള പ്ലാനൊക്കെ ആയപ്പാടെയാണ് സുഹൃത്തുക്കളും പറഞ്ഞത്. പിന്നെ പാർട്ടി പിന്നെ ഇങ്ങനൊരു ഭിന്നശേഷിക്കാരനായ ഇന്നെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ ഇന്നെ സ്ഥാനാർത്ഥിയാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമാണ്, അഭിമാനം തോന്നുന്നു. ഇന്നെപ്പോലത്തെ ഇങ്ങനെ ഭിന്നശേഷിക്കാരായ ആളുകളെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ആക്കിയതിൽ. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഇങ്ങനത്തെ ഓരോ പ്രതിസന്ധി കുട്ടിക്കാലം മുതലുള്ളൊരവസ്ഥയാകുമ്പോൾ ആദ്യമൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ പലതും കേട്ട് വിഷമിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ അംഗീകരിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് തോന്നുന്നത്? വളരെയധികം സന്തോഷമാണ്. മറ്റേത് എനിക്ക് ഇത്ര ഉള്ളൂ വന്നിട്ടുള്ളത്. മറ്റു പലർക്കും കാലില്ലാതെയും മറ്റു പല അവസ്ഥയിലുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ ദൈവത്തോട് അൽഹംദുലില്ലാ എന്ന് പറയാണ്. ഇത് ഇത്ര ഉള്ളു തന്നിട്ട്, ഇത് തന്നുകൊണ്ട് നമുക്ക് എല്ലാ മേഖലയിലും എത്താൻ കഴിയുന്നുണ്ട്. ഞാൻ എൻ്റെ അടിയിലുള്ള ആളുകളെല്ലാം ഞാൻ നോക്കുന്നത്. എന്നെക്കായും വയ്യാത്ത ആളുകളാണ് ഇഷ്ടംപോലെ ഉള്ളത്. ഇത്ര ഉള്ളു നമുക്ക് തന്നിട്ട് എന്നെക്കൊണ്ട് ഇത് വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ. LDFിൻ്റെ ഒരു വലിയ കുത്തക വാർഡായിട്ടാണ് അവർ അവകാശപ്പെടുന്നത്. എല്ലാ വർഷവും എല്ലാ തവണയും അവർ വിജയിക്കുന്ന വാർഡ്. എങ്ങനെ കാണുന്നു മത്സരത്തെ? അത് ഇപ്രാവശ്യം നല്ല മത്സരം ഉണ്ടാവും. അത് ലാസ്റ്റ് സമയത്ത് ഞാൻ ജയിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പൂർണ്ണ പ്രതീക്ഷ ജയിക്കും എന്നുള്ളത് തന്നെയാണ്. എൻ്റെ വാർഡിലെ ആളുകൾ അങ്ങനെയാണ്. എനിക്കിപ്പോൾ ഇപ്പോഴത്തെ കിട്ടുന്ന റെസ്പോൺസ് അങ്ങനെയാണ്. ആളുകൾ ഇപ്പോൾ നീലക്കുളമ്പെന്നായാലും നമ്മളെ പൂതാനിക്കുളമ്പെന്നായാലും കരിയമ്പറമ്പെന്നായാലും നമ്മളെ ഓടുപാറൊക്കെ ആയാലും അവിടെയൊക്കെ നമുക്ക് പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷകളാണ്. പൂർണ്ണ ബോധ്യമാണ് ഇപ്രാവശ്യം. അതൊരു എല്ലാ വാർഡും കുത്തകൊന്നല്ല, ആളുകൾ എന്താണോ തീരുമാനിക്കുന്നത് അതാണ്. പ്രാവശ്യം നമ്മൾ എന്തായാലും ജയിക്കും എന്നുള്ളതാണ്. ഏകദേശം ഇപ്പോൾ ഇത് രണ്ടാം റൗണ്ടാണ് തീരുന്നത്. രണ്ടാം റൗണ്ട് ഇപ്പം നടക്കുന്നത്. ഒന്നാം റൗണ്ട് ഏകദേശം മൊത്തത്തിൽ കവർ ചെയ്തു. സ്വതന്ത്ര ചിഹ്നത്തിലായതുകൊണ്ട് എല്ലാവരും വോട്ടും കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു. അതാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ കാരണം. എൻ്റെ ചിഹ്നം കപ്പും ശാസ്ത്രമാണ്. സ്വതന്ത്ര ചിഹ്നത്തിൽ നിൽക്കാൻ കാരണം എല്ലാവരും വോട്ടും പാടെ സമാഹരിക്കണിച്ചിട്ടാണ്. അതാണ്. വളരെ ആത്മവിശ്വാസത്തോടെയാണ് സൈതലവിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകുന്നത്. ശരീരത്തിനല്ല, മനസ്സിൻ്റെ കരുത്താണ് എല്ലാത്തിനും അടിസ്ഥാനമെന്നും കൂടി പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം. പുലാമന്തോൾ പഞ്ചായത്തിൽ 22ാം വാർഡിലെ സ്ഥാനാർത്ഥി രാജേഷ് മാസ്റ്റർ, രാജേഷാണ് ചേരുന്നത്. ആത്മവിശ്വാസത്തോടെ മത്സരിക്കാവുന്ന ഒരു മണ്ഡലമാണ്. എങ്ങനെയാണ് ഈ ഒരു വാർഡിൻ്റെ പ്രതീക്ഷ? അല്ല, ഈ കേരളത്തിലെ എല്ലാ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും ആത്മവിശ്വാസത്തോടെ മത്സരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഇതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എടുത്തിട്ടുള്ള, അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി നടപ്പാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊരു വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഉണ്ട്. അതിപ്പോൾ സ്ഥാനാർത്ഥി ആരായാലും ആ വോട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് കിട്ടും, അതിൽ യാതൊരു സംശയമില്ല. മറുവശത്ത് ഭിന്നശേഷിക്കാരനായ സ്ഥാനാർത്ഥിയാണ് UDFിനോട് മത്സരിക്കുന്നത്. എങ്ങനെ കാണുന്നു മത്സരത്തെ? നല്ല മത്സരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഭിന്നശേഷി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പരിമിതിയായിട്ട് കാണുന്നില്ല. ഭിന്നശേഷി ആയിട്ടുള്ള ഒരാളായിട്ട് പോലും ഒരു പൊതു സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങുക എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട കാര്യമാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തെ
വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് വളരെ ബഹുമാനത്തോട് കൂടിയിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ളൊരു പോരാട്ടമല്ല, അത് രാഷ്ട്രീയ നിലപാടിൻ്റെയും അതുപോലെ തന്നെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു സർക്കാരിൻ്റെ പ്രചരണ പ്രവർത്തനം കൂടിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ആ നിലയ്ക്കാണ് ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്, അല്ലാതെ വ്യക്തിപരമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പേ അല്ല. ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു? കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചൊരു ഭൂരിപക്ഷം ഉണ്ട്, അതിൽ കുറയാത്ത ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുവ്യക്തമായ നിലപാടാണ്, അഭിപ്രായങ്ങളാണ്, ഒപ്പം ആത്മവിശ്വാസവുമുണ്ട്. അതുകൊണ്ട് തന്നെ രാജേഷ് മാസ്റ്റർക്ക് വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. CV അനുമോദ്, ന്യൂസ് 18.